ഹലോ. കാനഡയിലെത്തിയ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് നയാഗ്ര ഫാൾസ് ഒന്ന് കാണുന്നത്. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ഏകദേശം ഒരു 10 മണിയോട് കൂടെ ഞങ്ങൾ അവിടെ എത്തി. മുകളിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തിരിക്കുമ്പോഴാണ് ബോട്ട് ക്രൂസ് പോകുന്നത് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടേക്ക് ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തങ്ങ് പോയി. അഡൾട്ട്സിന് ഏകദേശം $28 ചിൽഡ്രൻസിന് $16 ബോട്ട് ക്രൂസ് എന്നുള്ള നയാഗ്ര ഫോൾസിൻ്റെ ഫീല് അടിപൊളിയാണ്. നിങ്ങൾ ആരെങ്കിലും നയാഗ്ര ഫോൾസ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ബോട്ട് ക്രൂസ് മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. സോ ഹിയർ വി ഗോ. കാണുന്ന റീജിയനാണ് അമേരിക്കൻ ഫോൾസിൻ്റെ ഒരു ഭാഗം. നയാഗ്ര ഫോൾസിനെ മെയിനായിട്ട് നമ്മൾ 3 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിനകത്ത് ഒരെണ്ണം അമേരിക്കൻ ഫോൾസാണ്. അമേരിക്കൻ ഫോൾസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് നയാഗ്ര ഫോൾസ്. നയാഗ്ര ഫോൾസിൻ്റെ 90% കാനഡയിലാണ്. ബാക്കി 10% അമേരിക്കൻ ഫോൾസായിട്ടും പിന്നെ ബ്രിഡേൽ വെയിൽ ഫോൾസായിട്ടുമാണ് നമ്മൾ കാണപ്പെടുന്നത്. ഈ അമേരിക്കൻ ഫോൾസും ബ്രിഡേൽ വെയിൽ ഫോൾസും അമേരിക്കയിൽ തന്നെയാണ്. ബാക്കിയുള്ള 90% കാനഡയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റീജിയനെ നമ്മളൊരു പ്രത്യേക പേരാണ് വിളിക്കുന്നത്. അത് ഹോഴ്സ് ഷൂ ഫോൾസ് എന്നാണ്. കാണുമ്പോൾ അത്ര വലിയ ഹൈറ്റൊന്നും തോന്നില്ലെങ്കിലും ഇത് ഒരു 167 അടിയാണ് ഏകദേശം. സെക്കൻഡിൽ 3000 ടൺ വെള്ളമാണ് ഒരു പ്രാവശ്യം വീഴുന്നത്. ഈ ഒരു കാഴ്ച ഭയങ്കര ഹൃദയസ്പർശിയായിരുന്നു. ബോട്ട് ക്രൂസിലുള്ള യാത്രയും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും വിശന്നു. ഞങ്ങൾ അടുത്തുള്ള ഒരു ഫുഡ് കോർട്ടിൽ പോയിട്ട് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. ലൈവായിട്ടുള്ള മ്യൂസിക്കും പിന്നെ നയാഗ്ര ഫോൾസിലേക്കുള്ള വ്യൂവും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. ആ പോകുന്ന വഴിയിൽ കുറച്ചൊക്കെ ട്രാഫിക് ഉണ്ടായെങ്കിലും കുഴപ്പമില്ല. കാരണം സൈഡിൽ ചുറ്റും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു. നിറയെ ലൈറ്റ്സും കടകളും ലൈവായിട്ടുള്ള ആൾക്കാരുടെ എല്ലാ ഷോപ്പിങ്ങും എല്ലാം കണ്ട് ഞങ്ങൾ അങ്ങനെ യാത്ര തിരിച്ചു. അങ്ങനെ പോകെ കുറേശ്ശെയായിട്ട് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. കാരണം നേരത്തെ കുറച്ച് ലൈറ്റായിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് കുറച്ച് കാര്യമായിട്ട് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ തപ്പിപ്പിടിച്ച് ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഞങ്ങളങ്ങ് കഷ്ടിച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഇവിടെയുള്ള കാഴ്ചകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു എല്ലായിടത്തും. അങ്ങനെ ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി കുറച്ച് ബിരിയാണിയും കുറച്ച് തന്തൂരി ചിക്കനൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം ഞങ്ങൾ ചിലവഴിച്ചു. ഇതാണ് ഞങ്ങളുടെ ചെറിയ നയാഗ്ര വ്ളോഗ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. Take care.